സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, വി.എസ്. അച്യുതാനന്ദന്റെ കുടുംബം അദ്ദേഹത്തിന് മരണാനന്തരം കിട്ടിയിരിക്കുന്ന ഈ പത്മഭൂഷൺ അവാർഡ് നിരസിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണ്. ഉം. അപ്പോ പത്മഭൂഷണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി എന്നുള്ള വിഷയമായിരുന്നു. അപ്പൊ അതിനിടയിൽ മുങ്ങിപ്പോയ ഒരു വിഷയമായിരുന്നു വി.എസ്. അച്യുതാനന്ദനും കൂടി ഇത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം അത് വേണ്ട എന്ന് വെക്കുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം. അതെ. അപ്പോ തുടർച്ചയായിട്ടുള്ള ഇത്തരം അവാർഡുകൾ നമ്മൾ കെ ശൈലജയ്ക്ക് നേരത്തെ ഇതുപോലൊരു മാഗ്സസെ അവാർഡ് കിട്ടിയിരുന്നു. അതും ഇതുപോലെ ഉം. പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ അവർ വേണ്ടാന്ന് വെച്ചിരുന്നു. അപ്പോ ഈ അതെ. പത്മഭൂഷൺ വിഷയത്തില് വി.എസ്. അച്യുതാനന്ദന്റെ കുടുംബം ഇത് പാർട്ടി നിർദ്ദേശപ്രകാരം വേണ്ട എന്ന് വെക്കുമ്പോൾ ഇതിന് പിന്നിലെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് സർ? ഇത് പത്മഭൂഷണല്ല, പത്മവിഭൂഷണാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. പത്മഭൂഷൺ നമ്മുടെ വെള്ളാപ്പള്ളിക്കാണ്. ഓക്കെ. പത്മവിഭൂഷൺ 3 പേർക്കാണ് കേരളത്തിൽ നിന്ന്. ഒന്ന് വി.എസ്. അച്യുതാനന്ദൻ മരണാനന്തരം, ഒന്ന് ജസ്റ്റിസ് കെ.ടി. തോമസ്, ഒന്ന് പി. നാരായണൻ. 3 പേർക്കാണ് പത്മവിഭൂഷൺ. അതെ. അത് പത്മ അവാർഡ് ടോപ്പാണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഭാരതരത്ന മാത്രമേ ഉള്ളൂ. ഓക്കെ സർ. പത്മഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഈ കെ.ടി. തോമസിന് 2017 മറ്റേ പത്മഭൂഷണും കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടനുസരിച്ച് വി.എസിന് കിട്ടിയ മരണാനന്തര ബഹുമതി സ്വീകരിക്കേണ്ട എന്ന് വി.എസിന്റെ കുടുംബം വ്യക്തമാക്കി. നല്ലതാണ്. ഒരുപക്ഷെ ആ തീരുമാനമാണ് മരണാനന്തരം വി.എസിന് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതി എന്ന് ഞാൻ കരുതുന്നു. വി.എസിന് പകരം ഇത് പിണറായിക്കായിരുന്നു പത്മവിഭൂഷൺ നൽകിയിരുന്നെങ്കിൽ കഥ ആകെ മാറുമായിരുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നയം മാറുമായിരുന്നു. മാത്രമല്ല, പിണറായിക്ക് പത്മവിഭൂഷൺ നൽകിയത് വഴി പത്മ പുരസ്കാരങ്ങൾക്കാണ് തിളക്കമേറിയത് എന്ന് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ ഇറങ്ങുമായിരുന്നു. ഉറപ്പായിട്ടും. ആ പ്രശ്നത്തെ M.V. ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ സ്ഥിരം രീതിയായ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു തരുമായിരുന്നു നമുക്കെല്ലാം. ഏതായാലും ആ ദുർഗതിയൊന്നും ഉണ്ടായില്ല. നമ്മൾ വി ആർ ബ്ലസ്ഡ്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ആരാണ്? പി. നാരായണനാണ്. ഇത് കേൾക്കുന്നതിൽ എത്ര പേർക്ക് ഈ നാരായണൻ എന്ന വ്യക്തിയുടെ മഹത്വത്തെ കുറിച്ച് അറിയാം? എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സാധാരണ മലയാളിയാണ്, എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം എന്നാണ് അതിൽ പറയുന്നത്. അതെ. എന്നാൽ നമ്മൾ എത്ര പേർക്ക് ഈ പി. നാരായണൻ എന്ന സാഹിത്യകാരനെ അറിയാം? ഞാൻ മലയാളത്തിലെ ഒരുമായിട്ട് നല്ല ലിറ്ററേച്ചർ എല്ലാം വായിച്ചിട്ടുണ്ട്, വേൾഡ് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ട്. എനിക്ക് അതുമായിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹിത്യകാരനല്ല. എന്റെ അറിവുകേട് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കരുതി എത്ര പേർക്ക് നിങ്ങൾക്കറിയാം സാഹിത്യകാരനായ പി. നാരായണനെ? വിദ്യാഭ്യാസ വിചക്ഷണനായ പി. നാരായണനെ എത്ര പേർക്കറിയാം? എന്നിട്ടും എന്താണ്? അപ്പൊ ഞാനത് ഇന്റർനെറ്റിൽ നോക്കി, ആരാണ് ഈ പത്മവിഭൂഷൺ കിട്ടുന്ന ഈ മഹാൻ. അപ്പോഴാണ് ഈ ഇതിനകത്ത് വ്യക്തമാകാതെ പോയ ചില കാര്യങ്ങൾ അറിയുന്നത്. അത് ഇതാണ്. ഇദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. ഇദ്ദേഹം പി. നാരായണൻ ബിരുദം നേടിയ ശേഷം തൊടുപുഴ മണക്കാട് NSS സ്കൂളിൽ അധ്യാപകനായി. അത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ബിരുദം നേടി ഹൈസ്കൂളിൽ അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്ക് TTC വേണം, വേണ്ടേ? സോറി, TTC അല്ല, B.Ed വേണം. B.Ed വേണം. കാരണം നിങ്ങൾക്കൊരു MA-യിൽ PhD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കാനൊക്കില്ല. കാരണം ടീച്ചിങ് ആൻഡ് ലെക്ചറിങ് ആർ ടോട്ടലി ഡിഫറെന്റ് തിങ്സ്. ടീച്ചിങ് എന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണം. ദാറ്റ്സ് എ പ്രോസസ് ഓഫ് ടീച്ചിങ്. അതുകൊണ്ടാണ് അവിടെ B.Ed പെഡഗോഗി ടോട്ടലി ഡിഫറെന്റ് ആണ്. പ്രൊഫസർ ലെക്ചർ എന്ന് പറഞ്ഞാൽ ദേ ആർ ലെക്ചറിങ്. അത് ആ ആളുകൾ കേൾക്കുന്നവർക്ക് മുഴുവൻ മനസ്സിലാകണമെന്നില്ല. ദേ ആർ ലെക്ചറിങ്. അപ്പൊ ലെക്ചർ ആകാനുള്ള എല്ലാ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹൈസ്കൂളിലെ അധ്യാപകനാകാൻ കഴിയില്ല. അധ്യാപകനാണെങ്കിൽ B.Ed വേണം മിനിമം. കാരണം നമ്മളെല്ലാം ഒന്നല്ല, ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. ഒരു നോളജ് ട്രീയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് ഇതെല്ലാം. B.Ed ഈസ് ആൻ ആപ്റ്റ്. പുള്ളി എങ്ങനെയാണ് BA കഴിഞ്ഞിട്ട് ഈ ഹൈസ്കൂളിൽ കയറിയിരുന്നത്, NSS ഹൈസ്കൂളിൽ കയറുന്നത് എനിക്കറിയില്ല. അതൊക്കെ അതുകൊണ്ട് പക്ഷെ അങ്ങനെ NSS അതാണ് അദ്ദേഹത്തിന്റെ അധ്യാപന രംഗത്തെ അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ സംഭാവന. തൊടുപുഴ മണക്കാട് NSS സ്കൂളിലെ അധ്യാപകൻ. പക്ഷെ അധിക നാൾ അധ്യാപകനായി തുടരാൻ ആ ദേശസ്നേഹിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം അത് രാജിവെച്ച് RSS പ്രചാരകനായി. കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ 10 വർഷത്തോളം RSS പ്രചാരകനായിരുന്നു. 1. 2, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, ഇംഗ്ലീഷ് ഇതാണ്, അതിന്റെ ലേഖകനായിരുന്നു.
പിന്നെ RSSന്റെ മലയാള ദിനപത്രമായ ജന്മഭൂമിയുടെ സ്ഥാപകരിൽ ഒരാളും ചീഫ് എഡിറ്ററുമായിരുന്നു. പിന്നെ RSSന്റെ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, സാഹിത്യവും വിദ്യാഭ്യാസവും അല്ല യഥാർത്ഥത്തിൽ അവാർഡിന് പരിഗണിക്കപ്പെട്ട വിഷയങ്ങളെന്ന്. അടുത്തയാൾ ജസ്റ്റിസ് KT തോമസ് ആണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിയായിരുന്ന KT തോമസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാജീവ് ഗാന്ധി വധക്കേസാണ്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുതൂരിൽ വെച്ച് LTTക്കാർ കൊന്ന രാജീവ് ഗാന്ധി വധക്കേസിൽ വിചാരണ കോടതി, അത് ടാഡയുടെ കോടതിയാണ്, ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അത് 1998 26 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. അപ്പൊ ടാഡ ആക്ടിന്റെ 19ാം വകുപ്പ് അനുസരിച്ച് അപ്പീലിന് പോകുന്ന നേരെ സുപ്രീം കോടതിയിൽ പോകാനൊക്കെ ഉള്ളൂ. അങ്ങനെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അങ്ങനെയാണ് ഇത് സുപ്രീം കോടതിയിൽ അപ്പൊ ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായുള്ള DP വാധ്വ, സയ്യിദ് ഷാ മുഹമ്മദ് ഖുറേഷി ഇവരുള്ള 3 അംഗ ബെഞ്ചിലാണ് ഇത് കേൾക്കുന്നത്. സുപ്രീം കോടതി ഈ മരണശിക്ഷ 4 പേർക്കായി കുറച്ചു, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം കൊടുത്തു. അതായത് ജസ്റ്റിസ് KT തോമസിന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും ശ്രദ്ധ ലഭിച്ച വിധി അതായിരുന്നു. 2007 രാഷ്ട്രം KT തോമസിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇപ്പൊ 2026 പത്മവിഭൂഷൺ, ഇനി ഭാരതരത്ന മാത്രമേ ഉള്ളൂ. എന്നാൽ ആരും പറയാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പുതിയ നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമുണ്ട്. KT തോമസ് RSSന്റെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളാണ്. ഔദ്യോഗികമായി ആ സ്ഥാനം വഹിക്കുന്നില്ല എന്നേ ഉള്ളൂ. RSSന് വേണ്ടി കുഴലൂതുന്ന KT തോമസ്, RSSന്റെ ശങ്കുലികൾ, KT തോമസിന്റെ RSS ശങ്കുലികൾ എന്തെല്ലാമാണ് നോക്കുന്നത്, രസകരമായിരിക്കും കേട്ടോ. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് KT തോമസിന്റെ ഇന്റർവ്യൂ RSSന്റെ പ്രസിദ്ധീകരണങ്ങളായ ജന്മഭൂമിയിലും ഓർഗനൈസിലും പ്രസിദ്ധീകരിച്ചിരുന്നു. അത് 2025 ഒക്ടോബർ 3 ആ ഓർഗനൈസറിൽ വന്ന ഇന്റർവ്യൂവിൽ തോമസ് ഇങ്ങനെ പറയുന്നു: RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ മഹത്വമാണ്. അതിന് ഞാൻ ആഡ് ചെയ്യുന്നൊരു വാക്കാണ് ജസ്റ്റിസ് KT തോമസ് ഈസ് ആൻ ഓണറബിൾ മാൻ. രണ്ടാമത്തെ പോയിന്റ്, നരേന്ദ്രമോദി ജീവിതത്തിലെ ലാളിത്യം RSSൽ നിന്ന് നേടിയതാണ്. ദേശസ്നേഹവും ലാളിത്യവുമാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി. ഞാൻ ആഡ് ചെയ്യുന്നു ജസ്റ്റിസ് KT തോമസ് ഈസ് ആൻ ഓണറബിൾ മാൻ. മൂന്നാമത്തെ, ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് RSSനാണ്. ഞാൻ ആഡ് ചെയ്യുന്നു ജസ്റ്റിസ് KT തോമസ് ഈസ് ആൻ ഓണറബിൾ മാൻ. 4, സ്വയം പ്രതിരോധിക്കാൻ RSS പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. IPC അനുസരിച്ച് സ്വയരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്ന കുറ്റകരമല്ല. KT തോമസ് ഇത് പറയുന്നത് 2025 ഒക്ടോബർ 3 പക്ഷെ 2023 ഒക്ടോബർ 25 IPC ഇല്ല. 2024 ജൂലൈയിൽ തന്നെ BNS വന്നിരുന്നു. KT തോമസിന് നിയമം അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല, അദ്ദേഹത്തിന് അത് തെറ്റിപ്പോയത്, ഓർമ്മക്കുറവാകാൻ തെറ്റിപ്പോയത്, അത്രയേ ഉള്ളൂ. ബട്ട് ജസ്റ്റിസ് KT തോമസ് ഇസ് ആൻ ഓണറബിൾ മാൻ. RSS ചീഫ് മോഹൻ ഭാഗവത്തും മുൻ ചീഫായിരുന്ന സുദർശനുമൊക്കെയായി നല്ല സൗഹൃദ ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് KT തോമസ് പറയുന്നുണ്ട്. ബിക്കോസ് KT തോമസ് ഇസ് ആൻ ഓണറബിൾ മാൻ. ഇനി 2011 ആഗസ്റ്റ് 2 എറൈസ് ഭാരത് എന്ന പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് KT തോമസ്, അതിൽ ആ വാർത്തയിൽ KT തോമസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 1, RSS ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. RSS ചീഫ് മോഹൻ ഭാഗവത് പങ്കെടുത്ത ചടങ്ങിലെ അതിഥിയായിരുന്നു തോമസ്. എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവുമാണെന്ന് ഗോൾവൽക്കർ പറഞ്ഞത് KT തോമസ് മറന്നുപോയിരിക്കാനാണ് സാധ്യത. പ്രായാധിക്യമുണ്ട്, പലതും ഓർക്കാൻ കഴിയുന്നില്ല, ഓർത്തു പറയുന്നത് പലതും വസ്തുതാ വിരുദ്ധവുമാകാം. അമിനേഷ്യ, അൽഷൈമർ, സെലക്റ്റീവ് ബ്ലൈൻഡ്നെസ്, ഇതിലേതെങ്കിലും ആകാം. രോഗം ഒരു കുറ്റമല്ല. ആൻഡ് ജസ്റ്റിസ് KT തോമസ് ഇസ് ആൻ ഓണറബിൾ മാൻ. രണ്ടാമത് പുള്ളി പറയുന്നത്, ഗാന്ധി വധത്തിന് പിന്നിൽ RSS ആണെന്ന പരദൂഷണ പ്രചാരണം നടക്കുന്നുണ്ട്. ഐ എം സേയിങ് ജസ്റ്റിസ് KT തോമസ് ഈസ് ആൻ ഓണറബിൾ മാൻ. പുള്ളി കള്ളം പറയില്ല, ഈസ് ആൻ ഓണറബിൾ മാൻ. അടുത്തത്, കോടതി ഗാന്ധി വധത്തിൽ RSSനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. RSS എന്ന സംഘടന രജിസ്റ്റർ ചെയ്തതല്ല എന്നും അതിന് അംഗത്വമില്ലെന്നും അതിലെ പ്രവർത്തകർ എന്ത് കുറ്റം ചെയ്താലും അതിനെ, ആ കുറ്റകൃത്യത്തെ സംഘടനയുമായി ബന്ധപ്പെടുത്താനും
സംഘടനയ്ക്ക് നിയമപരമായ അസ്തിത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമപരമായി ബന്ധിക്കാൻ കഴിയില്ല സംഘടനയുമായി. കാരണം സംഘടനയ്ക്ക് നിയമപരമായ അസ്തിത്വം ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആളെ ആ സംഘടനയുമായി ബന്ധിപ്പിക്കുന്നത്? സംഘടനയ്ക്ക് അസ്തിത്വമില്ല നിയമപരമായി. സംഘടനയിലെ പ്രവർത്തകർക്ക് അംഗത്വമില്ല. നിങ്ങൾക്ക് ഫോർമലായിട്ട് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് അംഗത്വം കൊടുക്കാൻ കഴിയുന്നത്? അപ്പൊ അതിൽ പ്രവർത്തിക്കുന്നവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും ആ സംഘടനയുമായി അതിനെ നിയമപരമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. കാരണം സംഘടന ഡസൻ ഹാവ് എ ലീഗൽ എക്സിസ്റ്റൻസ്. അപ്പൊ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആളല്ല കെ.ടി. തോമസ്. പക്ഷെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഒരു കോടതി പക്ഷെ എന്താ ഇതൊക്കെ നിയമപരമായി പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരിക്കാം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോടതിക്കും ന്യായാധിപന്മാരുടെ വിശകലനത്തിനും കണ്ണ് മൂടിക്കെട്ടിയ നീതി ദേവതയുടെയും നീതിബോധത്തിന് പുറത്തു നിൽക്കുന്ന ഒന്നാണ്. അതൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല കെ.ടി. തോമസ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മക്കുറവ് ഉണ്ടാകാം, മറവി രോഗം ഉണ്ടാകാം. പുള്ളി അല്ലാതെ പറഞ്ഞതല്ല. ബിക്കോസ് ഐ തിങ്ക് തോമസ് ഇസ് എൻ ഓണറബിൾ മാൻ. ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ അല്ല, അദ്ദേഹം ഹോണറബിൾ മാൻ ആണെങ്കിൽ തന്നെ ഐ എം എ സെയിന്റ് എന്നും കൂടെ പറയാം എനിക്ക്. അതെ സെയിന്റ് ആണ്. സെയിന്റ് എന്ന് പറയുമ്പോ പൂർണ്ണാകും കേട്ടോ. പൂർണ്ണാകും. സന്യാസി എന്നൊക്കെ പറയുന്ന സംഭവം ക്ലിയർ ആയി. അല്ല, ഈ ഒരു വഴി കൂടെ പോകുമ്പോ അതായിരിക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു. അതാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന്റെ ഉത്തരവാദിത്വം സിഖ് സമുദായത്തിൽ മുഴുവൻ തലയിൽ വെക്കുന്നത് ശരിയാണോ? അതുപോലെ RSSലെ ഒരാൾ പ്രവർത്തിച്ചത് RSSന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണോ ഗാന്ധി വധം എന്നാണ് പുള്ളി ചോദിക്കുന്നത്. എന്തൊരു മനോഹരമായ ഉപമ നോക്ക്. ഉപമ എന്തെന്ന് പഠിപ്പിക്കാൻ ഹൈസ്കൂളിൽ മറ്റ് ഈ ആപ്തവാക്യം ഉപയോഗിക്കാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് സിഖ് സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുന്നില്ല. എന്നാൽ അകാലിദളിലെ ഭിന്ദ്രൻവാല വിഭാഗത്തിന്റെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തും. RSS എന്നത് ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യമുണ്ടെന്ന് എത്ര സമർത്ഥമായാണ് കെ.ടി. തോമസ് പറയുന്നത്. ബിക്കോസ് കെ.ടി. തോമസ് ഇസ് എൻ ഓണറബിൾ മാൻ. ഇനി RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ 2024 മെയ് 14 വന്ന ഇന്റർവ്യൂവിൽ കെ.ടി. തോമസ് ഇങ്ങനെ പറയുന്നു: രാജ്യത്തെയും രാജ്യത്തിലെ പൗരന്മാരെയും സുരക്ഷിതരാക്കി നിർത്തുന്നതിൽ ഭാരതത്തിലെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഭരണഘടന, ജനാധിപത്യം, സൈന്യം, RSS എന്നിവയാണ്. എത്ര കൃത്യമായി പറയാണ്. അതിന്റെ നിയമകാര്യങ്ങൾക്കപ്പുറം മറ്റു പലതും വായിക്കാത്തത് കൊണ്ടാകാം കെ.ടി. തോമസ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഗുജറാത്ത് കലാപത്തിൽ RSSന് എന്ത് പങ്കുണ്ട് എന്ന ചോദ്യം ഞാൻ തോമസിനോട് ചോദിക്കുന്നില്ല. എന്നാൽ ഇതേ ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രമായി ഇതേ ഓർഗനൈസറിന്റെ 1949 നവംബർ 30 എഡിറ്റോറിയൽ ഇങ്ങനെ എഴുതുന്നു. അത് ഇംഗ്ലീഷ് തന്നെ വായിക്കുന്നതാണ്. Indian Constitution was a cumbersome and discordant combination of various foreign, largely Western constitutions. There is nothing Bharatiya in it. Manusmriti was the best suited to be the Indian Constitution. ഹിന്ദുക്കളിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും വിടുപണി ചെയ്യാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരാണെന്ന് പറയുന്ന മനുസ്മൃതിയെ കുറിച്ചാണ് ഓർഗനൈസർ ഇത് എഴുതിയത്. കെ.ടി. തോമസ് അത് വായിക്കാത്തത് കൊണ്ടാണ്. പ്രായം 90 ആയില്ലേ, കണ്ണുപിടിക്കുന്നില്ല. ബട്ട് കെ.ടി. തോമസ് ഇസ് എൻ ഓണറബിൾ മാൻ. ഒരു വർഷത്തിന് മുമ്പ് ഓർഗനൈസർ വീണ്ടും ഒരു കാര്യം എഴുതി: സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ആർ ഐഡിയോളജിക്കൽ ലാൻഡ് മൈൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രോഡ്. ഇതും തോമസ് കേട്ട് കാണില്ല. അത് തോമസ് ഒരു ഫ്രോഡ് ആയതുകൊണ്ടല്ല, മറിച്ച് കാഴ്ച പോലെ തന്നെ കേൾവിക്കുറവ്. പ്രായം 90 ആയില്ലേ, ആൻഡ് തോമസ് ഇസ് ആൻ ഓണറബിൾ മാൻ. ഇത്രയും ഓണറബിൾ മാനായ കെ.ടി. തോമസിനാണ് പത്മവിഭൂഷൺ നൽകിയത് നമ്മൾ മനസ്സിലാക്കണം. ആയുസുണ്ടെങ്കിൽ അടുത്ത വർഷം ഭാരതരത്നം അദ്ദേഹത്തിന് കിട്ടിക്കൂടായികയില്ല. അല്ലെങ്കിൽ തന്നെ ഈ പത്മ പുരസ്കാരങ്ങൾ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് എത്ര പേർക്ക് ഈ വസ്തുത അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പുരസ്കാരത്തോടൊപ്പം 10 രൂപ പോലും കിട്ടില്ലേ. വിമാനത്തിലോ ട്രെയിനിലോ ബസ്സിലോ സൗജന്യ യാത്രയില്ല. പെൻഷനോ അതുപോലെയുള്ള യാതൊരു മാസ വരുമാനം ഇല്ല. ലെറ്റർ പാഡിലോ മറ്റോ പേരിന്റെ മുന്നിലോ പിന്നിലോ പത്മ പുരസ്കാരത്തിന്റെ പേര് വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് പുരസ്കാരത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പുരസ്കാരം തിരിച്ചെടുക്കപ്പെടും. ആകെ കിട്ടുന്നത് പ്രസിഡന്റിന്റെ ഒപ്പും സീലുമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, കൂടാതെ ഒരു മെഡലും. ഇത്രയേ ഉള്ളൂ. അതേസമയം ചില സംസ്ഥാനങ്ങൾ, എനിക്കൊണ്ട് തെലങ്കാനയോ ഏതോ 2 സംസ്ഥാനങ്ങളുമായിട്ട് അവരുടെ സ്റ്റേറ്റിൽ നിന്നെന്തോ പൈസ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ
പുരസ്കാരം അനുസരിച്ചിട്ടില്ല. അത് ഇതുകൊണ്ടാണ് വാസു നമ്മൾ ഇതെല്ലാം നമ്മളിൽ പലർക്കും ഇത് അറിയില്ല. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളിയെ പോലെ കമന്ന് വീണാൽ കാൽപ്പണവുമായി മാത്രം ഉയരുന്ന ആൾ പത്മപുരസ്കാരത്തെ ഏത് പട്ടിക്ക് വേണമെന്ന് പറഞ്ഞത്. കാരണം അതിന് യൂസ്ലെസ് ആണ്. എന്നാൽ ഭാരതരത്ന അങ്ങനെയല്ല കേട്ടോ. ഇന്ത്യയിൽ എവിടെയുമുള്ള സൗജന്യ യാത്ര, ഫസ്റ്റ് ക്ലാസ് വിമാനയാത്രയും ട്രെയിൻ യാത്രയും, പിന്നെ പ്രധാനമന്ത്രിയുടെ ശമ്പളത്തോടൊപ്പമോ അതിന്റെ 50%, പാർലമെന്റ് സെക്ഷനിൽ പങ്കെടുക്കാം, ഇസഡ് കാറ്റഗറി വേണമെങ്കിൽ ആവശ്യപ്പെടാം, റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും പ്രത്യേക ക്ഷണിതാവ് പദവി, VVIPക്ക് തുല്യമായ സ്റ്റാറ്റസ്. ഭാരതരത്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ്. അതുകൊണ്ട് പത്മപുരസ്കാരങ്ങൾ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം, സ്വന്തമായോ മറ്റാരെങ്കിലും മുഖേനയോ അപേക്ഷിക്കാം. ഞാൻ ഈ കേൾക്കുന്നവരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ദയവ് ചെയ്ത് ആരും എനിക്ക് വേണ്ടി പത്മപുരസ്കാരത്തിന് അപേക്ഷിക്കരുത്. കാശിന് ഗുണമില്ലാത്ത ആ പുരസ്കാരം എനിക്ക് വേണ്ട. മാത്രമല്ല എനിക്ക് പട്ടിയും പൂച്ചയും പശുവും ലവ് ബേർഡ്സും ഒന്നുമില്ല. ഭാരതരത്നമാണ് നൽകുന്നതെങ്കിൽ പരിഗണിക്കാം, നോക്കട്ടെ. അത് വിമാനത്തിൽ യാത്ര ചെയ്യാനോ, ഇസഡ് കാറ്റഗറിയുമായി സഞ്ചരിക്കാനോ, റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനോ, പാർലമെന്റിന്റെ സെഷനിൽ പങ്കെടുക്കാനോ ഒന്നുമല്ല. മറിച്ച് പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിന്റെ അത്രയോ അതിന്റെ 50% പണം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളം ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. അതിന്റെ പകുതിയായാൽ തന്നെ 1 ലക്ഷത്തോളം വരും. പണത്തിന് മുട്ടുള്ളതുകൊണ്ടല്ല കേട്ടോ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്. ആ പണം കിട്ടിയിട്ട് വേണം RSSൽ നിന്ന് ലാളിത്യത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട നരേന്ദ്രമോദിയെ പോലെ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു സൂട്ട് വാങ്ങി ധരിക്കാൻ അത്ര ലളിതമായിട്ട് സാർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി 2015 മോദി ഈ ധരിച്ച സൂട്ടിന് നേവി ബ്ലൂ കളറായിരുന്നു. ഞാൻ ലാളിത്യത്തിന്റെ, ത്വജിക്കലിന്റെ ഒക്കെ നിറമായ കാവി കളറുള്ള സൂട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മോദിയുടെ സൂട്ടിന് പിന്നെ 4.3 കോടി രൂപയ്ക്ക് ആരോ ലേലം വിളിച്ചെടുത്തത്രേ. എന്റെ കാവി സൂട്ടിന് അത്രയൊക്കെ കിട്ടുമായിരിക്കും. അതെ, 4 കോടി രൂപ. ആ 4 കോടി രൂപയിലാണ് എന്റെ കണ്ണ് വാസ്തവത്തിൽ. മറ്റേ മാട്ടുപ്പെട്ടി മച്ചാൻ സിനിമയിൽ പറയുന്ന പോലെ ആ 4 കോടി രൂപ ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു. കൂടാതെ 15 ലക്ഷം രൂപയുടെ സൂട്ടിന്റെ സനാതന ലാളിത്യം. അതുകൊണ്ട് എനിക്ക് ഭാരതരത്നം ആരെങ്കിലും തരികയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് തരികയാണെങ്കിൽ ഞാനത് പരിഗണിക്കാം. മറ്റ് അവാർഡുകൾക്ക് എന്നെ വിളിക്കേണ്ട. ആരും ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കരുത്. All right, sir. Thank you so much, sir. Okay. Thank you, sir.